ഞാൻ ഡോക്ടർ ടീനു സാറ എബ്രഹാം, കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റ്, ബോയ് എസ്തെറ്റിക്ക സ്കിൻ ക്ലിനിക്, കൊച്ചി, കോട്ടയം, തൊടുപുഴ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ലേസർ ഹെയർ റിഡക്ഷനെ പറ്റിയാണ്. അമിതമായ രോമ വളർച്ച വളരെയധികം ആൾക്കാർ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ്. ഇതിന് ടെമ്പററി ആയിട്ടുള്ള സൊല്യൂഷൻസ് വാക്സിങ്, ഷേവിങ്, ത്രെഡിങ്, പ്ലക്കിങ്, അങ്ങനെ പല മെത്തേഡ്സും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. പക്ഷേ പെർമനൻ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നതാണ് ലേസർ ഹെയർ റിഡക്ഷൻ. സോ അതിൻ്റെ നെയിം സജസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു കംപ്ലീറ്റ് റിമൂവൽ ഓഫ് ഹെയർ അല്ല ഇവിടെ സംഭവിക്കുന്നത്. ഒരു പെർട്ടിക്കുലർ പ്രൊപ്പോർഷൻ ഓഫ് ഹെയറിൻ്റെ ഗ്രോത്ത് റെഡ്യൂസ് ചെയ്യുകയാണ് ലേസർ ഹെയർ റിഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലേസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും റേഡിയേഷൻ ആണെന്നുള്ളൊരു പേടിയുണ്ട്. പക്ഷേ ലേസർ ഹെയർ റിഡക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു റേഡിയേഷൻ അല്ല. ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഹെയർ ഫോളിക്കിൾസ്, മെയിൻലി ഹെയർ ബൾബിൽ മെലനിൻ എന്ന് പറയുന്നൊരു പിഗ്മെൻ്റ് ഉണ്ട്. ഈ പിഗ്മെൻറ്റ് ഈ ലേസർ എനർജിയെ അബ്സോർബ് ചെയ്ത് ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ ഹെയർ ഫോളിക്കിളിൻ്റെ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ നടക്കുന്നു. ഇതാണ് മെയിനായിട്ടും ലേസർ ഹെയർ റിഡക്ഷൻ്റെ മെക്കാനിസം. ഈ ലേസർ ഹെയർ റിഡക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൈറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓൾമോസ്റ്റ് ബോഡിയിലെ എല്ലാ സൈറ്റ്സിലും നമുക്ക് ചെയ്യാവുന്നതാണ് ലേസർ ഹെയർ റിഡക്ഷൻ. ബട്ട് ഫീമെയിൽസിൽ മെയിനായിട്ട് അപ്പർ ലിപ്പ്, ചിൻ ഏരിയാസ്, ചീക്ക് ഏരിയാസ്, അതുപോലെ തന്നെ അണ്ടർ ആം ഏരിയാസിലൊക്കെ നമ്മൾ ലേസർ ഹെയർ റിഡക്ഷൻ ചെയ്യാറുണ്ട്. ഈവൻ മെയിൽസിലും ബിയേർഡ് ഷേപ്പിങ്ങിനായിട്ട് ലേസർ ഹെയർ റിഡക്ഷൻ ചെയ്യാം. ചില ആൾക്കാരിൽ ഇയറിൻ്റെ പോർഷനിൽ കൂടുതലായിട്ട് ഹെയർ ഗ്രോത്ത് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഏരിയാസിൽ നമുക്ക് ലേസർ ഹെയർ റിഡക്ഷൻ ചെയ്യാവുന്നതാണ്. പ്രൊസീജിയർ യൂഷ്വലി ലേസർ ഹെയർ റിഡക്ഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ ഒരു പെയിൻ ഫ്രീ പ്രൊസീജിയറാണ്. പക്ഷേ ചില ആൾക്കാരിൽ പെയിൻ ടോളറൻസ് വളരെയധികം കുറവായിരിക്കും. അങ്ങനത്തെ കണ്ടീഷൻസിൽ നമുക്ക് നമ്പിങ് ക്രീം അപ്ലൈ ചെയ്ത് ഒരു 30 to 40 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഏത് ഏരിയയിലാണോ നമ്മൾ ലേസർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഏരിയ നമ്മൾ ക്ലീൻ ചെയ്തു. അതിനുശേഷം ലേസർ പ്രൊസീജിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് അത് ഏരിയ വൈസ് ആയിരിക്കും. അതായത് വളരെ കുറച്ച് ഏരിയയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ മാത്രമായിരിക്കും ട്രീറ്റ്മെൻറ്റ് ഡ്യൂറേഷൻ. ലാർജർ ഏരിയാസ് ആണെങ്കിൽ ഒരു 30 to 40 മിനിറ്റ്സ് വരെ എടുക്കാം. പോസ്റ്റ് പ്രൊസീജിയർ എന്തൊക്കെ കെയർ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ പ്രൊസീജിയർ ചെയ്തതിന് ശേഷം ചെറുതായിട്ട് ഒരു റെഡ്നെസ് അല്ലെങ്കിൽ ഒരു തടിപ്പ് ചില ആൾക്കാരിൽ കാണാം. അത് വിത്തിൻ 1 or 2 ഡേയ്സ് അത് സബ്സൈഡ് ചെയ്യും. പിന്നെ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അതുകൂടാതെ അധികം സൺ എക്സ്പോഷർ ഉണ്ടാവാനും പാടില്ല. അതൊരു 2-3 ദിവസത്തേക്ക് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചില ആൾക്കാരിൽ ചെറിയ മൈൽഡ് ഇൻഫ്ലമേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ അതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രീംസും നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഈ അമിതമായ രോമവളർച്ച ഉള്ള ആൾക്കാരിൽ ചില ആൾക്കാരിൽ ഈ ഹോർമോണൽ ഇഷ്യൂസ് ഉള്ളവരിലാണ് കൂടുതലായിട്ട് ഈ ഫീമെയിൽസിൽ ഈ ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് കൂടുതലായിട്ട് കാണുന്നത്. അങ്ങനെയുള്ള ആൾക്കാരിൽ നമുക്ക് ഹോർമോണൽ അസസ്മെൻറ്റ് വളരെയധികം അത്യാവശ്യമാണ്. കാരണം ഹോർമോണൽ അസസ്മെൻറ്റ് ചെയ്ത് PCOD പോലുള്ള പ്രശ്നങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ലേസർ ഹെയർ റിഡക്ഷൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. കാരണം നമ്മൾ എത്ര തവണ ചെയ്താലും ആ ഹോർമോണൽ ഇഷ്യൂ ഉള്ളിലുള്ളത് കൊണ്ട് ലേസർ ഹെയർ റിഡക്ഷൻ്റെ ഫുൾ റിസൾട്ട് കിട്ടണം എന്നില്ല. സാധാരണ നമ്മളൊരു 6 to 8 സിറ്റിങ്സ് ആണ് നമ്മൾ അഡ്വൈസ് ചെയ്യാറ്. പക്ഷെ അത് എത്ര ഹെയർ ഗ്രോത്ത് എന്തുമാത്രം ഉണ്ടെന്ന് അനുസരിച്ചിട്ടാണ് നമുക്ക് സിറ്റിങ്സ് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ. ഹോർമോണൽ ഇഷ്യൂസ് ഉള്ള ആൾക്കാരിൽ ചിലപ്പോൾ കൂടുതൽ സിറ്റിങ്സിൻ്റെ ആവശ്യം വന്നേക്കാം. പിന്നെ ഈ ലേസർ ഹെയർ റിഡക്ഷനിൽ മെയിനായിട്ടും ടാർഗറ്റ് ചെയ്യുന്ന ഹെയർ തിക്ക് ആൻഡ് ബ്ലാക്ക് ഹെയർസിലാണ് കൂടുതൽ ഇഫക്റ്റ് കാണുക. തിൻ ആൻഡ് വൈറ്റ് ഹെയർസ് ആണെങ്കിൽ ലേസർ ഹെയർ റിഡക്ഷൻ ചെയ്താലും വലിയ വ്യത്യാസം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം മെലനിൻ എന്ന് പറയുന്ന പിഗ്മെൻ്റ് ഉള്ള ഹെയർസിൽ മാത്രമേ ഉള്ളൂ ലേസർ ആക്ട് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തിക്ക് ആൻഡ് ബ്ലാക്ക് ഹെയർസിലാണ് കൂടുതലായിട്ടും ഇതിൻ്റെ ഇഫക്റ്റ് കാണുന്നത്.